ഗുഡ് മോർണിംഗ്. കാലത്തെ കട്ടൻ ചായയുടെ കൂടെ ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഒരു കുട്ടിക്കഥ പറയാം. പണ്ട് ഒരു ഗ്രാമത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലോ പട്ടണത്തിലോ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ജനിച്ചു. കുട്ടി വലുതാവാൻ തുടങ്ങി. ഒരു 5 വയസ്സായപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾ ബർത്ത്ഡേക്ക് ആ കുട്ടിക്ക് ഒരു മൊബൈൽ ഗിഫ്റ്റ് കൊടുത്തു. കഥ കഴിഞ്ഞു. അതായത് ആ കുട്ടിയുടെ ജീവിതം അതോടെ തൊലഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടി വേറെ ആരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ മറ്റേ 90s വസന്തം, 80s വസന്തം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളൊക്കെ 80siലാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനും എന്താ പറയുക, മണ്ണിൽ കളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ചെറിയ ടി വി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, അതേപോലെ നമ്മുടെ ദൂരദർശൻ്റെ മറ്റേ എന്താ പറയുക കൊട, ആദ്യം ആൻറ്റിന, പിന്നെ നമ്മുടെ കൊട വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡയറക്റ്റ് നമുക്ക് കണക്ഷനായി. അതുകൂടെ കഴിഞ്ഞപ്പോൾ മൊബൈൽ വന്നു. നമ്മുടെ കഥ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലും 2 മൊബൈലുണ്ട്. മിക്കവാറും പലരുടെ കയ്യിലും ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിന് അല്ലെങ്കിൽ ഈ ആവശ്യം കൊണ്ട് പലരുടെ കയ്യിലും 2 മൊബൈലുണ്ടാവും. അപ്പോൾ മൊബൈലിൻ്റെ അതിപ്രസരം നമുക്ക് വീടുകളിലാണെങ്കിൽ പരസ്പരം സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സമയം കിട്ടുന്നില്ല. മൊബൈലും ടി വിയും കാര്യങ്ങളുമായിട്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ശരീരത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു രീതിയിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മളിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കാൻ കഴിഞ്ഞത്. അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അത് വേറെ എവിടെയല്ല, കർണാടകയിലാണ്. കർണാടകയിലെ ബെലഗവി എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഹലഗ പഞ്ചായത്ത് അവർ ഡിജിറ്റൽ ഡെറ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി നടത്തുകയാണ്. അതായത് ഈ മൊബൈൽ കൊണ്ടുള്ള നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വിഷങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു പഞ്ചായത്തിൽ 7 മണി വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയായ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ബെല്ല് 9 മണിക്കാണ് അടിക്കുക. ആ 9 മണിയുടെ ഇടയിലുള്ള ടൈമിൽ അവിടെയുള്ള എല്ലാവരും നിർബന്ധമായിട്ടും മൊബൈലുകൾ മാറ്റിവെക്കും, ടി വികൾ ഓഫ് ചെയ്യും. എന്നിട്ട് പരസ്പരം സംസാരിക്കും, അന്നത്തെ വിഷയങ്ങൾ സംസാരിക്കും. കുട്ടികൾ പുസ്തകം എടുത്ത് വെച്ചിരുന്ന് പഠിക്കും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു കാര്യം അവർ നടപ്പാക്കുകയാണ്. നടപ്പാക്കി കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർക്ക് അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടി എന്നാണ് ഞാനൊരു ന്യൂസിൽ കണ്ടത്, എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെയൊക്കെ ആരോഗ്യത്തിനും നമ്മളുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾക്കും എല്ലാം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.